ടെൻഷനുള്ള ഒരു പീരീഡിൽ ഒരു ഹെൽത്ത് ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നെത്തുന്നത്. ഈ വീഡിയോ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ട്രെയിനർ എന്ന ലെവലിൽ എനിക്കറിയാവുന്ന കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ചെറിയൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോറായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിപ്പിംഗ് ട്രെയിനിങ് ആണ്. സ്കിപ്പിംഗ് കൊണ്ട് നമുക്ക് വളരെ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ സ്കിപ്പിംഗ് കൊണ്ട് ഈസി ആയിട്ട് നമുക്കൊരു 500 കാലറീസ് വരെ ബർൺ ചെയ്യാൻ പറ്റും. ഒരു 300 കാലറീസ് ബർൺ ചെയ്യാം. 300 to 500 കാലറീസ് ഈസി ആയിട്ട് 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബർൺ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അത് 3 സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ കൂടാതെ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട 2-3 ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മെയിനായിട്ട് വാട്ടർ, പ്ലെൻറ്റി ഓഫ് വാട്ടർ. എത്രത്തോളം വെള്ളം ഒരു ദിവസം നമുക്ക് കുടിക്കാൻ പറ്റുന്നു, മാക്സിമം എംപ്റ്റി സ്റ്റൊമക്കായിട്ട് ഒരിക്കലും നമ്മൾ ഇടാൻ പാടില്ല. എംപ്റ്റി സ്റ്റൊമക്ക് ഒരിക്കലും പാടില്ല. എപ്പോഴും വെള്ളം നമ്മൾ കുടിക്കുക. പിന്നെ രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്. രാവിലെയോ വൈകുന്നേര ടൈമിൽ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എടുക്കണം. ഡീപ്പ് ബ്രീത്തിങ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഹീൽ മൂക്ക് വഴി ശ്വാസത്തെ എടുക്കുകയും വാ വഴി ശ്വാസത്തെ പുറത്തു വിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അത് യോഗയിൽ പല ടൈപ്പിലും പറയുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ളതാണ് ഡീപ്പ് ബ്രീത്തിങ്. എത്രത്തോളം ചെയ്യുന്നു ഏറ്റവും നല്ലതാണ് ഡീപ്പ് ബ്രീത്തിങ്. ശ്വാസം ഫുള്ളായിട്ട് ഡീപ്പ് ബ്രീത്തിങ് ആയിട്ട് അകത്തോട്ട് എടുക്കുകയും പുറത്ത് വളരെ സുഖമായിട്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് സ്റ്റാൻഡിങ്ങിലാവട്ടെ സിറ്റിങ്ങിലാവട്ടെ ഡീപ്പ് ബ്രീത്തിങ് 100%. ഇൻറ്റേർണൽ ഓർഗൻസിന് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഈ ഡീപ്പ് ബ്രീത്തിങ് കൊണ്ട് വളരെയധികം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ, അതിൻ്റെ സ്ട്രെങ്ത് അപ്പ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഏറ്റവും ബെറ്ററാണ് ഡീപ്പ് ബ്രീത്തിങ്. ഡീപ്പ് ബ്രീത്തിങ് സിമ്പിളായിട്ട് എടുക്കുക. നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, മൂക്ക് വഴി എടുക്കുകയും വാ വഴി പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. റിപ്പീറ്റേഷൻസ് എത്രത്തോളം എടുക്കാൻ പറ്റുന്നു, ഒരു മിനിമം 10 എണ്ണമെങ്കിലും എടുക്കാനായിട്ട് നോക്കുക. 10 പ്രാവശ്യം 1 മിനിറ്റോ 2 മിനിറ്റോ ടൈം വേസ്റ്റ് ചെയ്ത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതേപോലെ പ്ലെൻറ്റി ഓഫ് വാട്ടർ എത്രത്തോളം കുടിക്കാൻ പറ്റുന്നു ഒരു ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് എത്രത്തോളം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് ഒരിക്കലും ഇടാൻ പാടില്ല. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഏത് സമയത്തും വെള്ളം കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം മോർണിംഗോ ഈവനിങ്ങോ 1 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ. അത് മെഡിറ്റേഷൻ ഏത് ടൈപ്പിൽ വേണമെങ്കിലും മെഡിറ്റേഷൻ നിങ്ങൾക്ക് എടുക്കാം. ആ മെഡിറ്റേഷൻ നമുക്ക് നമ്മൾ ഒരു സിംഗിളായിട്ട് സൈലൻറ്റ് പ്ലേസിൽ ഇരിക്കുക, ധ്യാനിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ധ്യാനമോ എന്തെങ്കിലും അതായത് മ്യൂസിക്കൽ തെറപ്പി കൂടെ വന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മ്യൂസിക്കലിട്ട് വേണമെങ്കിലും 1 മിനിറ്റ് നമ്മൾ 1-2 മിനിറ്റ് ഏകമായിട്ട് സിംഗിളായിട്ട് ഇരിക്കുകയും പൂർണ്ണ മനസ്സിനെ കോൺസെൻട്രേഷൻ ഫോർ ഗ്രാവിറ്റി പവറിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള 3 ടിപ്സാണ് ഇതിനോടൊപ്പം ഞാൻ പറയുന്നത്. ഒന്ന് പ്ലെൻറ്റി ഓഫ് വാട്ടർ, രണ്ടാമത് ഡീപ്പ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ. ഇന്ന് ഈ 3 സബ്ജക്റ്റാണ് ടിപ്സായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എപ്പം ടൈം കിട്ടുന്നോ, കാലത്തെയോ വൈകുന്നേരമോ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോവാം. ആക്ടിവിറ്റീസ് സ്കിപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബിഗിനേഴ്സിന് എങ്ങനെ ചെയ്യണം അറിയാമെന്നുള്ളവർക്ക് കുഴപ്പമില്ല, പ്രാക്ടീസ് ആയിട്ട് ചെയ്യാം. വിത്തൗട്ട് പെയറിൽ ചെയ്യാം, വിത്ത് ഷൂവിൽ ചെയ്യാം. സേഫ്റ്റി ആയിട്ട് നമുക്ക് മുകളിലോ ബാക്കിയുള്ള ഒബ്സ്റ്റിക്കിൾസോ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ഏരിയയിൽ എവിടെ നിന്ന് വേണോ ചെയ്യാം. അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് നോക്കാം. ബിഗിനേഴ്സ് എങ്ങനെ ചെയ്യണം ആ മെത്തേഡ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സിസ്റ്റമാറ്റിക് ഓഫ് ആൾ ഗ്രൂപ്പ്സ് ആക്ടിവിറ്റീസ്, പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എങ്ങനെ എക്സസൈസോ ബാക്കിയുള്ള വീഡിയോസിൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ബിഗിനേഴ്സിൻ്റെ സ്കിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പെയുള്ള ബേസിക് ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പം പറയുന്നത്. സ്മോൾ ടോ ജംപ്, നമ്മുടെ ടോയിലെ സ്മോൾ ജംപ് ലൈറ്റ്ലി ബോത്ത് ആർ 1 2 3 4 5 6 7 8 9 10. ഈ റിപ്പീറ്റേഷൻ സൈൻ സ്മോൾ ജംപ് ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് അതേ ജമ്പിനോട് ചേർന്ന് തന്നെ സ്കിപ്പിംഗ് നമ്മൾ പിടിക്കുക. സിംഗിൾ ലെഗ് ഹാമേഴ്സ്
റൈറ്റ് ഹാൻഡ്സിൽ പിടിച്ചിട്ട് സ്റ്റാൻഡിങ്ങിൽ ഒന്ന് ബാലൻസിങ് റൊട്ടേഷൻസ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ സ്മോൾ ജംപ് 1 2 3 4 5 6 7 8 9 10. അതേപോലെ ഹാൻഡ് സ്റ്റേഞ്ച് അതേ സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 9 10. സെയിം റെപ്പിറ്റേഷൻ. ഇതൊരു ബാലൻസ് ആയതിനു ശേഷം തേർഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ റോപ്പിനെ ബാക്കിലോട്ട് ഇട്ട് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുക. സ്റ്റാൻഡിങ് നിന്നതിന് ശേഷം only one ഇതിൽ only one step 1 2 ലൈറ്റ് കണ്ടിന്യൂ ചെയ്യുക 1 2 1 2 3 4 5 6 7 8 9 10. ഇതേ റിപ്പീറ്റേഷൻ ബാലൻസ് കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇത് കണ്ടിന്യൂ ഫാസ്റ്റ് ട്രാക്കിലോട്ട് കൊണ്ടുവരാം. പിന്നെ ഇതിൽ തന്നെ വന്നിട്ട് ഇപ്പോൾ ഡബിൾ ലെഗിൽ ചെയ്തു. അടുത്ത സിംഗിൾ ലെഗിൽ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 13 14 15 16. ഇത് കണ്ടിന്യൂവേഷൻ ചെയ്യുക. സെയിം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ഇതേ സ്കിപ്പിംഗ്. മിനിമം ഒരു ദിവസത്തേക്ക് ഒരു 300 സ്കിപ്പിംഗ് എങ്കിലും ബ്രേക്ക് ആവുന്നെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബ്രേക്ക് ആയിട്ട് വീണ്ടും അത് ചെയ്യാം. കൗണ്ടിങ് വന്നിട്ട് 300 വരെ മാക്സിമം ചെയ്യാനായിട്ട്